വിലാപങ്ങളുടെ പുസ്തകം എന്താണെന്നുള്ളത് നമുക്കറിയാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 21-ാം വാക്യം ഇത് ഞാൻ ആധാരമായിട്ട് എടുക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പ്രൈസ് ദി ലോർഡ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണം. നല്ല കാലം വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരും എല്ലാ പ്രതികൂലങ്ങളും മാറി സന്തോഷമായി സമാധാനമായി ജീവിക്കണം എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷേ ഹല്ലേലൂയ, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നിടത്തോളം ദൈവത്തിന്റെ മക്കൾ പല കഷ്ടങ്ങളിൽ കൂടി അനർത്ഥങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു. രോഗത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു. ഭാരത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പല പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടി കടന്നു, പല കഷ്ടങ്ങളിൽ കൂടി, അനേക കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യം അവകാശമാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരു ശുഭകാലം വരുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു നല്ല കാലം വരുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീതീകരിക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് ഒരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. ഒരു നല്ല കാലം ദൈവം വെച്ചിട്ടുണ്ട്. ഒരു സന്തോഷത്തിന്റെ ദിവസം നിന്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഈ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവ വചനത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഒരു മറുപടി അയക്കാൻ നോക്കിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാസത്തിലായിരുന്ന ബാബേൽ പ്രഭുക്കന്മാരുടെ അധികാരത്തിന് കീഴിലായി പോയ ഇസ്രായേൽ ജനം കരയുന്ന കരച്ചിലാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. പ്രവാചകൻ ഹല്ലേലൂയ ദൈവജനത്തെ നോക്കി നെറുവീർപ്പിടുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവജനം തെറ്റിപ്പോയത് ഏൽപ്പിച്ചു കൊടുത്ത് കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, വാക്യം 1-ൽ നാം വായിക്കുന്നത്, കർത്താവേ, ഒരു നന്ദി കരയേറ്റിക്കൊണ്ട് പോയ കാലത്തെ ഓർത്തുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾക്ക് എന്ത് ഭവിക്കണമേ എന്ന് ഓർക്കണമേ. കർത്താവേ, പോയ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച മന്നായെയും കാടപ്പക്ഷിയെയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെയും ഇപ്പോൾ ഞങ്ങൾ കാണുന്നില്ല. കർത്താവേ, എന്ത് ഭവിച്ചു എന്ന് ഓർക്കണമേ. ഒരു സ്മരണ ഉണർത്തുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഒരു നല്ല കാലം വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇപ്പോൾ എന്താണ് കർത്താവേ ഭവിച്ചതെന്ന് ഓർക്കണമേ. 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഏറ്റുപറച്ചിലിന്റെ അനുഭവം അവിടെ കാണുന്നു. കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ സകലത്തിലും പിഴച്ചു. യേശുവേ, ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ഹല്ലേലൂയ ദൈവം ക്ഷമിച്ച് അനുഗ്രഹങ്ങളെ അയക്കും. പ്രൈസ് ദി ലോർഡ്. തന്റെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നതിന് അനുഗ്രഹമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു കിട്ടിയത് എപ്പോഴാ? അത് ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം അതിനെ നീതിയായി കണക്കാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ തീർന്ന ഹൃദയത്തിലായിരിക്കാം കടന്നു വന്നിരിക്കുന്നത്, വേദനയിലായിരിക്കാം കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയുള്ളവരെ കൊണ്ട് ആഗ്രഹിക്കുന്നവർ മടങ്ങിവരും നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, പഴയ ഒരു നല്ല കാലത്തിന് അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹമുള്ളവര് അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയില് സ്മരണ ഉണർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഭവിച്ചിരിക്കുന്നത്, എന്റെ ഭവനത്തിൽ എന്താണ്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഓർക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് അവിടെ നമ്മൾ വായിക്കുന്നു 19-ാമത്തെ വാക്യം വായിക്കുന്നു. അവിടെ 19-ാം വാക്യം എന്താ പറയുന്നത്?
കടന്നുപോയ ദൈവജനത്തിന് മനസ്സിലായി ഈ ദൈവം മാത്രം ദൈവം, ഇവൻ മാത്രം വിടുവിക്കും